ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, പല ആത്മീയ യാഥാർത്ഥ്യങ്ങളെയും ദൃശ്യവൽക്കരിക്കാൻ പ്രകൃതിയിൽ നിന്നും പലതും നമുക്ക് ലഭിക്കും. പൗലോസ് അപ്പോസ്തലൻ റോമർ 12:2 ഇങ്ങനെ പറയുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എങ്ങനെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക? 2 കൊരിന്ത്യർ 5:17 പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന് രൂപാന്തരീകരണം സംഭവിച്ച് ഒരു പുതിയ മനുഷ്യനായി മാറാൻ സാധിക്കുക? നമ്മുടെ സാധാരണ ചിന്തയ്ക്ക് പ്രായോഗികമായ കാര്യമൊന്നുമല്ല അത്. നാം പല പഴഞ്ചൊല്ലുകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ, ശീലിച്ചതെ പാലിക്കൂ ഇത്യാദി പലതും. എന്നാൽ പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. ഒരു പുഴു ചിത്രശലഭമാകുന്ന കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്താറില്ലേ? ആ പുഴുവിൻ്റെ ജീവചക്രത്തിൽ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടമായ പ്യൂപ്പയിലേക്ക് മാറുകയും പൂപ്പയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചിത്രശലഭത്തേക്കും മാറുന്നുണ്ടല്ലോ. ചിത്രശലഭം തീർത്തും ഒരു പുതിയ സൃഷ്ടി തന്നെ, പുഴുവിൽ നിന്നും വളരെ വ്യത്യസ്തതയുള്ളത്. ഇതുമായി ഒന്ന് താരതമ്യം ചെയ്താൽ യഥാർത്ഥത്തിൽ യേശുവിനെ അറിയാത്ത സമയം പുഴുവിനോട് നമുക്ക് സാമ്യപ്പെടുത്താം. ഒരു ചെടിയിലിരുന്ന് അതിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് വളരെ പെട്ടെന്ന് പുഴു വലുതാകുന്നു. അതായത് ചലന സ്വാതന്ത്ര്യം പരിമിതം. ക്രിസ്തുവിനെ അറിയാതിരുന്ന നമ്മുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അതുകൊണ്ടല്ലേ യേശു യോഹന്നാൻ 8:32 ഇങ്ങനെ പറയുന്നത്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കുന്ന നമ്മെ കൃപയുടെ ഒരു ആവരണം കൊണ്ട് പൊതിയുന്നു. പുഴു പ്യൂപ്പയിലേക്ക് മാറുന്നത് പോലെ. പ്യൂപ്പഘട്ടം പരിവർത്തന ഘട്ടമാണ്. പ്യൂപ്പയ്ക്കുള്ളിൽ നടക്കുന്ന നമുക്ക് കാണാനാകാത്തതുപോലെ ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഉള്ളിൽ പുറമേ കാണാത്ത വിധത്തിൽ മാറ്റങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. പ്യൂപ്പയായി ഇരിക്കുമ്പോൾ പുഴുവിൻ്റെ ചർമ്മത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിലെന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആന്തരിക പുനർനിർമ്മാണം നടക്കുന്നു. പരിവർത്തന ഘട്ടമാണിത്. സാധാരണ പുഴു പ്യൂപ്പയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ചിത്രശലഭമായി മാറുന്നു. ആരും പറക്കാൻ പരിശീലിപ്പിക്കാതെ അത് പറന്നുയരുന്നു. ഈ മാറ്റം എങ്ങനെ വേണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർ 4:22-23-24 പറയുന്നത് കേൾക്കൂ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുഴു പ്യൂപ്പയിലൂടെ കടന്നുപോയി ചിത്രശലഭമാകുമ്പോൾ പുതിയൊരു വിശപ്പും ദിശയും ലക്ഷ്യവുമെല്ലാം വരുന്നു. ഇല തിന്നിരുന്ന പുഴു ചിത്രശലഭമാകുമ്പോൾ തേൻ കുടിക്കുന്നു, സ്വാതന്ത്ര്യത്തോടെ പാറിപ്പറക്കുന്നു. അതുപോലെ സത്യമറിഞ്ഞ നാം സത്യം തരുന്ന സ്വാതന്ത്ര്യത്താൽ തേനിനേക്കാൾ മാധുര്യമേറിയ വചനം കുടിക്കണം. അതുവരെ ഇല്ലാത്തൊരു വിശപ്പ് വചനത്തോട് നമുക്കുണ്ടാകണം. ബൈബിളിൽ വചനത്തെ തേനുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 119:103 കേൾക്കൂ. തിരുവചനം എൻ്റെ നാവിന് എത്ര മധുരം, അവൻ്റെ വാക്ക് തേനിനേക്കാൾ മാധുര്യമേറിയത്. ലോകം ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയെ നോക്കുമ്പോൾ പാപപൂർണമായ പഴയ രീതികളിൽ നിന്ന് മാറി യേശുവിൻ്റെ പ്രതിച്ഛായയെ പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ ചിത്രശലഭങ്ങളായി മാറിയ ഒരു അനുഭവം ഏവർക്കും ഉണ്ടാകട്ടെ. ഗലാത്യർ 2:20 പറയുന്നത് പോലെ യേശു ക്രിസ്തുവിൽ സ്നാനമേറ്റ നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടായാൽ നാം യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറി. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.